മ്യൂച്വൽ ഫണ്ട്സ് നമുക്കറിയാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാത്ത സാധാരണക്കാരന് വേണ്ടിയിട്ട് അവൻ ഇൻവെസ്റ്റ്മെന്റ് എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഡിഫറെന്റ് ഫണ്ട്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിലാണ് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് 12 തൊട്ട് 13% വരെ റിട്ടേൺ ഒരു വർഷം കിട്ടുന്നതായിരിക്കും. ഇനി അദ്ദേഹം മിഡ് ക്യാപ് ഫണ്ടിലേക്കോ സ്മാൾ ക്യാപ് ഫണ്ടിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വർഷം 18 തൊട്ട് 22% വരെ റിട്ടേൺസ് ലഭിക്കും. എന്നാൽ ഒരു 24 തൊട്ട് 40% വരെ റിട്ടേൺ തരുന്ന ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടോ? ഉണ്ട്. അതാണ് സെക്ടോറിയൽ ഫണ്ട്സ്. എന്ന് കരുതിയിട്ട് കണ്ണും പൂട്ടി ഇത്തരത്തിൽ സെക്ടോറിയൽ ഫണ്ടിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. പകരം ബുദ്ധിപരമായി സേഫ് ആയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ സെക്ടോറിയൽ ഫണ്ടിലേക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കണക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നല്ല റിട്ടേൺസ് ഇത്തരത്തിൽ സ്മോൾ ക്യാപ്പിനേക്കാളും മിഡ് ക്യാപ്പിനേക്കാളും തുടങ്ങിയ നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് സെക്ടോറിയൽ ഫണ്ട്, ഇത് ശരിക്കും ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണോ, ഇത് സേഫ് ആണോ, ആണെങ്കിൽ ഇതിന്റെ റിസ്ക് ഫാക്ടറുകൾ എന്തെല്ലാമാണ്, ഇനി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതിനൊപ്പം തന്നെ 2024-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന സെക്ടറുകൾ ഏതെല്ലാമാണെന്നും ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സെക്ടോറിയൽ ഫണ്ട് എന്ന് പറയുന്നത് മറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ റിട്ടേൺ തരുമെന്ന്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ബേസിക്ക് നോക്കുകയാണെങ്കിലും എപ്പോഴാണോ റിട്ടേൺ കൂടുന്നത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് റിസ്ക്കും കൂടുന്നതാണ്. എന്നാലും നമ്മളൊരു നല്ല ഇൻവെസ്റ്റർ ആകുന്ന സമയത്ത് അവിടെ റിസ്ക് കുറയ്ക്കാനും വളരെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുമാണ് ശ്രമിക്കേണ്ടതല്ലേ. അപ്പോൾ എങ്ങനെ വേണം വളരെ സേഫായിട്ട് ഈ ഒരു സെക്ടോറിയൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ഫണ്ടിൽ നിന്ന് കൂടുതൽ റിട്ടേൺ നേടാനുമെന്നാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി ഇത്തരത്തിൽ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വർഷം ഒരു 18 അല്ലെങ്കിൽ 20% റിട്ടേൺ നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതിനൊപ്പം തന്നെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് സെക്ടോറിയൽ ഫണ്ട്സിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 4-5% അധികം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് മാർക്കറ്റ് ഫീഡിന്റെ സ്റ്റെപ്പ് അപ്പ് SIP കാൽക്കുലേറ്ററിലേക്കാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സിനാരിയോ ഞാൻ എടുത്തിരിക്കുകയാണ്. അതായത് ഒരു വ്യക്തി 5000 രൂപ വീതം ഇത്തരത്തിൽ 22% റിട്ടേൺ തരുന്ന ഒരു സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ വർഷവും അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു എമൗണ്ട് 10% വീതം അദ്ദേഹം ഉയർത്തുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 15 വർഷം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്ന ഇത്തരത്തിൽ 1 കോടി രൂപയ്ക്ക് അടുത്താണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്കിവിടെ 22% റിട്ടേൺ എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ്. എന്നാൽ ഇത്തരത്തിൽ ഒരു വ്യക്തി സെക്ടോറിയൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു റിട്ടേൺ കൂടുന്നതായിരിക്കും. അപ്പൊ ഞാനിത് വലിയൊരു റിട്ടേൺ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. പകരം ഈ ഒരു 22-നെ ഒരു 4% ഉയർത്തിക്കൊണ്ട് ഒരു 26% ആക്കിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് 4% ഉയർത്തിയപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോട്ടൽ വെൽത്ത്, അതായത് ഒരു 15 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ 1.5 കോടി രൂപയായിട്ട് കാണാം. അതായത് ഈ ഒരു കേസിൽ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന 22% എന്ന് പറയുന്ന ആ ഒരു റിട്ടേണിന്റെ വെറും 4% വർദ്ധിപ്പിച്ച സമയത്ത് ഈ ഒരു ടോട്ടൽ വെൽത്തിന്റെ 50% ഉയർന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ലോജിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് സെക്ടോറിയൽ ഫണ്ട് എന്ന് നോക്കാം. സെക്ടോറിയൽ ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇനി മ്യൂച്വൽ ഫണ്ട് പോലും എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ ആദ്യം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് പെട്ടെന്നൊന്നും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഒന്നും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാനേജറോ അല്ലെങ്കിൽ വലിയൊരു കമ്പനിയോ ഇരുന്നിട്ട് നിങ്ങളുടെ പൈസ എല്ലാം കളക്ട് ചെയ്തിട്ട് കുറേ ആളുകളുടെ പൈസ ഇത്തരത്തിൽ കളക്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചിട്ട് ആ ഒരു ഫണ്ടിലുള്ള സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു നല്ല നോളജ് ഉള്ളത് കൊണ്ടും അവർക്ക് മാർക്കറ്റിലെ കാര്യങ്ങളും സ്റ്റഡീസും എല്ലാം അറിയാവുന്നത് കൊണ്ടും അവിടെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ അവർ ആ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചെറിയൊരു ശതമാനം കമ്മീഷനായിട്ട് അവർ എടുത്തുകൊണ്ട് ബാക്കി പണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ബാക്കി ലാഭം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണുള്ളത്. ഇക്വിറ്റി ഫണ്ട് ഉണ്ട്, ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്, ഡെറ്റ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഓരോന്നിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് നല്ല നല്ല കമ്പനികളുടെ സ്റ്റോക്സിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയില്ലേ, നിഫ്റ്റി 50 പോലുള്ള ഓരോ ഇൻഡെക്സുകളുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ സൂചികകളുണ്ട്. അപ്പോൾ ആ ഇൻഡെക്സിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വലിയ കമ്പനികളുടെ സ്റ്റോക്സിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ്. മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം കമ്പനികളുടെ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ്. സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കമ്പനികളുടെ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തരം ഫണ്ട് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അതിലൊരു ഫണ്ടാണ് സെക്ടോറിയൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സെക്ടോറിയൽ ഫണ്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് സെക്ടറുകളാണുള്ളത്. അതിലെ IT സെക്ടർ ഉണ്ട്, ഫാർമ സെക്ടർ ഉണ്ട്, FMCG സെക്ടർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സെക്ടറുകളുണ്ട്. അപ്പോൾ ഇവിടെ സെക്ടോറിയൽ ഫണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ
ഒരു സെക്ടോറിയൽ ഫണ്ട് സെലക്ട് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫണ്ടിലെ ഫണ്ട് മാനേജർ ഇത്തരത്തിൽ നിങ്ങൾ ഈ സെലക്ട് ചെയ്ത സെക്ടർ ഏതാണോ ആ ഒരു സെക്ടറിലുള്ള കമ്പനികളിലേക്ക് മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയുള്ളൂ. അതായത് നിങ്ങൾ ഫാർമയുടെ ആ ഒരു സെക്ടോറിയൽ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മ്യൂച്വൽ ഫണ്ടിനകത്ത് വരുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ആ ഒരു ഫാർമ റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ മാത്രമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഫാർമ എന്ന് പറയുന്ന ആ ഒരു സെക്ടർ അടുത്തിനി മുന്നിലേക്ക് ശക്തമായി വളരുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, എന്നാലും നിങ്ങൾക്ക് ഫാർമയിൽ ഏത് കമ്പനിയാണ് ബെറ്റർ എന്ന് അറിയില്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു സെക്ടോറിയൽ ഇൻഡെക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എന്തായാലും ആ ഒരു ഇൻഡെക്സ് വളരുന്നതിനനുസരിച്ച് അതിലുള്ള എല്ലാ കമ്പനികളും പെർഫോം ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് അതൊരു ഫണ്ട് മാനേജർ നോക്കി നടത്തുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെക്ടോറിയൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫണ്ടുകളെ അപേക്ഷിച്ചുകൊണ്ട് സെക്ടോറിയൽ ഫണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, സെക്ടോറിയൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു സെക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു സെക്ടറിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സെക്ടറിനെ കണ്ടെത്തി നല്ല രീതിയിൽ സ്റ്റഡി നടത്തി ആ ഒരു സെക്ടർ അടിപൊളിയാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സെക്ടർ അടിപൊളിയായില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ ഇത്തരത്തിൽ ഇൻഡെക്സ് ഫണ്ടിലേക്കോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലേക്കോ സ്മാൾ ക്യാപ്പിലേക്കോ ഒക്കെ വരികയാണെങ്കിൽ അവിടെ എന്ന് പറയുന്നത് ഒരു സെക്ടറിലുള്ള കമ്പനി മാത്രമായിരിക്കില്ല. ഇപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നിഫ്റ്റി 50യുടെ 50 കമ്പനികളുണ്ട്. ഈ 50 കമ്പനി എന്ന് പറയുന്നത് പല പല സെക്ടറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സെക്ടർ മോശമായാൽ പോലും ഇത്തരത്തിൽ ഈ ഫണ്ടുകളെ ഒന്നും തന്നെ മൊത്തത്തിൽ അത് വലിയ രീതിയിൽ ബാധിക്കുകയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കമ്പനികൾ മോശമായാലും ഈ ഒരു ഫണ്ടിനെ വലിയ രീതിയിൽ ബാധിക്കുകയില്ല. എന്നാൽ സെക്ടോറിയൽ ഫണ്ട് ഇതുപോലെയല്ല. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആ ഒരു സെക്ടർ വളർന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് സെക്ടോറിയൽ ഫണ്ടിന് കൂടുതൽ റിട്ടേൺ കിട്ടുന്നത്, അതുപോലെ തന്നെ ഇത് റിസ്കി ആകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ടിലും മിഡ് ക്യാപ്പിലും സ്മാൾ ക്യാപ്പിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 18 തൊട്ട് 22% വരെ റിട്ടേൺ ഒക്കെ മതിയെന്ന് കരുതി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. ഇത്തരത്തിൽ നിങ്ങൾ സെക്ടോറിയൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഒരു സെക്ടോറിയൽ ഫണ്ടുകളിൽ കൂടുതൽ റിട്ടേൺ കിട്ടുമെന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ ക്യാഷ് എല്ലാം കൂടി എടുത്തിട്ട് ഇത്തരം സെക്ടോറിയൽ ഫണ്ടുകളിൽ ഇടാനായിട്ട് നിൽക്കരുത്. കാരണം നിങ്ങളുടെ സ്റ്റഡീസ് തെറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മിഡ് ക്യാപ്പിനേക്കാളും സ്മോൾ ക്യാപ്പിനേക്കാളും റിസ്ക്കിയാണ് ഇവിടുത്തെ സെക്ടോറിയൽ ഫണ്ട് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിനേക്കാളും സ്മോൾ ക്യാപ്പിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ഈ ഒരു ഫണ്ട് തരുമെന്നും. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞൊരു 10 വർഷത്തെ ഡേറ്റിലേക്ക് നമുക്ക് പോയിക്കൊണ്ട് ഇത്തരത്തിൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഓരോ ടൈമിലും ഓരോ സെക്ടോറിയൽ ഫണ്ട് എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് ആണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പ്രെഡ്ഷീറ്റിലേക്കാണ്. അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞൊരു 10 വർഷത്തെ ഓരോ ഇൻഡെക്സുകളുടെയും പെർഫോമൻസ് എങ്ങനെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 2023 നിഫ്റ്റി 50 എങ്ങനെയാണ് പെർഫോം ചെയ്തത്. 31% റിട്ടേൺ ആണ് നിഫ്റ്റി 50 ഇൻഡെക്സ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 12% തന്നിട്ടുണ്ട്. അതുപോലെ ഫിൻ സർവീസിൻ്റെയും അതുപോലെ ഫാർമയുടെയും IT-യുടെയും FMCG-യുടെയും എല്ലാം തന്നെ ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആവറേജ് റിട്ടേൺസ് ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ആ ഒരു CAGR റിട്ടേൺസ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റി 50യുടെ അത് 13.69% കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഇൻഡെക്സുകളുടെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഓരോ വർഷവും ഏത് സെക്ടറാണ് ഔട്ട് പെർഫോം ചെയ്തതെന്ന്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 റിയാലിറ്റി സെക്ടറാണ് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. അതായത് 81% റിട്ടേൺ ആണ് ഇത്തരത്തിൽ ഈ ഒരു റിയൽറ്റി സെക്ടർ തന്നിട്ടുള്ളതെന്ന് കാണാം. ഇനി ഇവിടേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെക്കൻഡ് ഹയസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് റിയൽറ്റി കഴിഞ്ഞതിന് ശേഷം ഓട്ടോ സെക്ടറാണ് ഈ ഒരു 2023 കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കാണുകയാണെങ്കിൽ അത് 47% കാണാം. അതുപോലെ തന്നെ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ തേർഡ് ഹയസ്റ്റ് ഉണ്ട്. അതായത് 2023 ഫാർമയാണ് ഇത്തരത്തിൽ 33.38% റിട്ടേൺ നേടിക്കൊണ്ട് ഈ ഒരു 3ാം സ്ഥാനത്ത് എത്തിയെന്ന് കാണാം. അങ്ങനെ നമ്മൾ 10 വർഷത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ വർഷവും ഇത്തരത്തിൽ ഡിഫറൻറ്റ് സെക്ടറുകളാണ് ഔട്ട് പെർഫോം ചെയ്തതെന്ന്. അതായത് 2023 റിയൽറ്റി ആണ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിരുന്നെങ്കിൽ 2022 അത് PSU ബാങ്ക്സ് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. 2021 മെറ്റൽ സെക്ടർ ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അതായത് ഓരോ വർഷവും ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ റിട്ടേൺ എടുത്തിട്ടുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയുന്നത് പലതാണെന്ന് കാണാം. അതായത് 2023 നിഫ്റ്റി റിയൽറ്റി ആണ് ഇത്തരത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തതെങ്കിൽ 2022 അത് PSU ആണെന്ന് കാണാം. 2021 മെറ്റൽ ആയിരുന്നു എന്ന് കാണാം. 2020 നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് ഇത്തരത്തിൽ ഫാർമ സെക്ടറാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ വർഷവും ഡിഫറൻറ്റ് സെക്ടേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു വർഷം ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടർ എന്ന് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല റിട്ടേൺ അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ
വർഷത്തെ ആ ഒരു റിട്ടേണിന്റെ ആവറേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള 56 അപ്പോൾ ആ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 56% റിട്ടേൺസ് നിങ്ങൾക്ക് ആ ഒരു സെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ അങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല അല്ലേ? കാരണം ഇത്രയധികം സെക്ടർ ഉണ്ട്, നിങ്ങൾ അതിൽ കറക്റ്റ് ആ ഒരു സെക്ടർ എത്ര സ്റ്റഡി നടത്തിയാലും കറക്റ്റ് ആ ഒരു സെക്ടർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെക്കൻഡ് ഹൈസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സെക്കൻഡ് ഹൈസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ള 47%, 59%, 54%, 20%, 25% അങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് സെക്കൻഡ് ഹൈസ്റ്റ് വരുന്ന ആ ഒരു ഫണ്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തേർഡ് ഹൈസ്റ്റ് ഫണ്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഇത്തരത്തിൽ ഈ ഒരു വർഷം ഫാർമയാണ് ഇത്തരത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ 17%, 57%, 28% അങ്ങനെ നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹൈസ്റ്റിന്റെ കേസിലാണെങ്കിൽ അവിടെ 36% ആവറേജ് റിട്ടേൺ എന്ന് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ തേർഡ് ഹൈസ്റ്റിന്റെ കേസിലേക്ക് പോകുകയാണെങ്കിൽ അത് 28 കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്ടോറിയൽ ഇൻഡെക്സിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ആവറേജ് ഡേറ്റ ഹയസ്റ്റ് റിട്ടേൺസിൽ നോക്കിയ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്നത് 56% അതുപോലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ആവറേജ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 36. ഇനി തേർഡ് ഹയസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 28%. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ സ്മോൾ ക്യാപ്പിന്റെയും മിഡ് ക്യാപ്പിന്റെയും ആവറേജ് റിട്ടേൺസിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ 10 വർഷത്തെ സ്മോൾ ക്യാപ്പിന്റെയും മിഡ് ക്യാപ്പിന്റെയും ആവറേജ് റിട്ടേൺസ് ഇവിടെ കൊടുത്തിട്ടുള്ളതായിട്ട്. അതായത് സ്മോൾ ക്യാപ്പിന്റെ 24% കാണാം, അതുപോലെ തന്നെ മിഡ് ക്യാപ്പിന്റെ 22% കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരാം, ഇവിടെ സ്മോൾ ക്യാപ്പിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റ മാത്രമല്ലേ ഉള്ളൂ എന്ന്. എന്നാലും നമ്മൾ പറയുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് 250 എന്ന് പറയുന്ന ഇൻഡെക്സിന്റെ ഡേറ്റ നമുക്ക് ഇത്ര മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് അത് സ്മോൾ ക്യാപ്പ് 100 ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ അവൈലബിൾ അല്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഇപ്പോഴുള്ള ആ ഒരു ആവറേജ് നമ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 24% കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 24 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹൈ റിസ്ക് ആയിട്ടുള്ള സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് പോലും കഴിഞ്ഞ 10 വർഷത്തെ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 24%. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ സെക്ടോറിയൽ ഫണ്ടിന്റെ ആ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ അത് തേർഡ് ഹയസ്റ്റ് ആകുന്ന സമയത്ത് പോലും നിങ്ങളുടെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ തെറ്റിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റോ സെക്കൻഡോ കിട്ടിയില്ല, എന്നാൽ നിങ്ങൾ തേർഡ് ഹയസ്റ്റ് സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ആവറേജ് എന്ന് പറയുന്നത് 28% കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും 4% അധിക റിട്ടേൺ ഇവിടെ ജനറേറ്റ് ആകുന്നതാണ്. അപ്പോൾ ലോങ് ടൈമിൽ ഇത്തരം സ്മോൾ ക്യാപ്പ് ഫണ്ടിനേക്കാളും ബെറ്റർ ആയിട്ട് ഇത്തരം സെക്ടോറിയൽ ഫണ്ടുകൾ പെർഫോം ചെയ്യുമെന്നും നല്ല റിട്ടേൺ തരുമെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സെക്ടർ എന്താണെന്നും സെക്ടോറിയൽ ഫണ്ടുകൾ എന്താണെന്നും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്തരം സെക്ടറുകളെ രണ്ടായിട്ട് തരംതിരിക്കേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലോങ് ടൈം സെക്ടർ, ഒന്നെന്ന് പറയുന്നത് ഷോർട്ട് ടൈം സെക്ടർ. അതായത് പറയുകയാണെങ്കിൽ ലോങ് ടൈം സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വളരുന്നതിനൊപ്പം ലോങ് ടൈമിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്തിരിക്കുന്ന സെക്ടറുകളെയാണ്. അതുപോലെ തന്നെ ഈ സെക്ടർ എന്ന് പറയുന്നത് ഹൈലി ഡിമാൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ സെക്ടറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരം സെക്ടറുകൾ എന്ന് പറയുന്നത് ലോങ് ടൈമിലായിരിക്കും ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സെക്ടോറിയൽ ഫണ്ടിലേക്ക് നിങ്ങൾ കുറഞ്ഞത് 5 തൊട്ട് 10 വർഷം വരെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. എന്നാൽ നമ്മൾ ഇവിടെ ഇത്തരത്തിൽ ആ ഒരു ഷോർട്ട് ടൈം സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷോർട്ട് ടൈം സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പല പല ഡിസിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്ന സെക്ടറുകളായിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സെക്ടറിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു സെക്ടറിനെ അത് പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യുകയും ആ ഒരു സെക്ടറിന് പെട്ടെന്ന് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം സെക്ടറുകൾ എന്ന് പറയുന്നത് ഹൈലി റിസ്കി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഷോർട്ട് ടൈമിലേക്ക് ഒരു 1-2 ഇയേഴ്സിലെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടറുകൾ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഏതെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ്, 2 ഇൻഫ്രാസ്ട്രക്ചർ, 3 റിയൽറ്റി. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ്ങിന്റെ കേസിലേക്ക് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് കുറേ ഇനിഷ്യേറ്റീവുകൾ ഉണ്ടല്ലേ. അതായത് പറയുകയാണെങ്കിൽ PLI സ്കീമുകളുണ്ട്, അതുപോലെ തന്നെ GSTയുടെ പുറത്തുള്ള ടാക്സുകൾ കട്ട് ചെയ്യുന്ന ആ ഒരു സ്കീമുണ്ട്, നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ, നാഷണൽ മോണറ്റൈസേഷൻ പൈപ്പ് ലൈൻ, FDI പോളിസി, അങ്ങനെ കുറേ പദ്ധതികൾ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ മാനുഫാക്ചറിങ് സെക്ടറിനെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിലൊക്കെ തന്നെ ഹൈവേയുടെ ഒക്കെ ഡെവലപ്മെന്റ് എത്ര ശക്തമായിട്ടാണ് വരുന്നത്. കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ ആ ഒരു നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റ് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യത്ത് എയർപോർട്ടുകളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പുതിയ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കാനും പുതിയ ട്രെയിനുകൾ കൊണ്ടുവരാനും ഒക്കെ ഇത്തരത്തിൽ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഇത്തരം ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ അപ്പോൾ കുറേ സിമെന്റ് നിർമ്മിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ കമ്പി നിർമ്മിക്കുന്ന കമ്പനികൾ, അങ്ങനെ കുറേ കമ്പനികൾക്ക് ഇത്തരത്തിൽ ബെനിഫിറ്റ് ആവുന്നതാണ്. ആ കമ്പനികളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും. ഈ റിയൽ എസ്റ്റേറ്റിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ലാൻഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇതിന്റെ ഭൂമിയുടെ ഒക്കെ വില കൂടിക്കൂടി വരികയാണ്. പലരും ഇത്തരത്തിൽ പ്രോപ്പർട്ടികൾ വാങ്ങി
വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റിന്റെ വിലയും കൂടുന്നതാണ്, ആ ഒരു സെക്ടറും അടിപൊളിയാകുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്ക് ഇന്ത്യയിൽ അടിപൊളിയായിട്ട് ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഗവൺമെന്റ് തന്നെ ഇത്തരത്തിൽ രാജ്യത്ത് ആ ഒരു കാർബൺ എമിഷൻ കുറച്ചുകൊണ്ട് ഗ്രീൻ എനർജിയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ സോളാർ, ഇലക്ട്രിസിറ്റി, വിൻഡ് എനർജി അങ്ങനെ പലതരത്തിലുള്ള ആ ഒരു ആൾട്ടർനേറ്റീവുകൾ കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഗവൺമെന്റ് തന്നെ ഇത്തരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ സോളാർ പവർ പ്ലാന്റിനായിട്ടും ഒക്കെ ഇത്തരത്തിൽ കുറെ അധികം പ്രോത്സാഹനം നൽകുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വലിയ രീതിയിൽ വരികയും ടെമ്പറേച്ചർ ഒക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഗവൺമെന്റ് ഈ ഒരു മേഖലയിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക തന്നെ ചെയ്യും. അത് ഇത്തരത്തിൽ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ഈ ഒരു സെക്ടറിനെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇനി ഇന്ത്യയിൽ ലോങ് ടൈമിലേക്ക് ബെറ്റർ ആയി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടറുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് ഫാർമ. അതായത് നമ്മൾ ഇപ്പോഴുള്ള കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 70% ഇത്തരത്തിൽ ഹെൽത്ത് കെയറിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ മരുന്ന് മേടിക്കാനാണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ദിനം പ്രതി പേഷ്യൻസിന്റെ ആ ഒരു എണ്ണം കൂടി വരികയാണ്. അതുപോലെ തന്നെ രോഗങ്ങളും പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ ഹോസ്പിറ്റൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ മാത്രമായിരിക്കും. മേ ബി നാളെ ആ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും മോശം സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യത്ത് ലക്ഷക്കണക്കിന് ഹോസ്പിറ്റലുകളാണുള്ളത്. ഈ ഹോസ്പിറ്റലുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത് കുറച്ച് ഫാർമ കമ്പനികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൾ പൂട്ടിപ്പോയാലും പുതിയൊരു ഹോസ്പിറ്റൽ വരും. എന്നാൽ ഈ പറഞ്ഞ ഫാർമ കമ്പനികൾ അത്ര വലുതായതുകൊണ്ട് തന്നെ അതൊന്നും പൂട്ടിപ്പോകാനോ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഹോസ്പിറ്റൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ സേഫ് ആണ് ഇത്തരം ഫാർമ കമ്പനികളിലോ അല്ലെങ്കിൽ ഫാർമ ആ ഒരു സെക്ടറിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സെക്ടർ ശക്തമായിട്ട് വളരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത സെക്ടറാണ് FMCG. അതായത് നമുക്കറിയാം മനുഷ്യനുള്ള കാലത്തോളം മനുഷ്യന് ഫുഡും മറ്റു കാര്യങ്ങളും അത്യാവശ്യമായ ഒരു കാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതൊരു കേസിലും ഇത്തരം FMCG കമ്പനികൾ ലോങ് ടൈമിലേക്ക് നിലനിൽക്കുന്നതാണ്. ആ ഒരു FMCG എന്ന് പറയുന്ന സെക്ടറും നല്ല രീതിയിൽ നിലനിൽക്കുന്നതാണ്. അടുത്തൊരു സെക്ടറാണ് IT സെക്ടർ. അതായത് എത്ര പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നാലും ഇതിനെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരു 10, 20, 30 വർഷത്തേക്ക് ഇത്തരത്തിൽ IT എന്ന് പറയുന്നൊരു സെക്ടർ ഇനിയും ശക്തമായിട്ട് വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സെക്ടറും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റ് ഫീഡ് ടീം നടത്തിയ ആ ഒരു അനാലിസിസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ സെക്ടറുകൾ എല്ലാം തന്നെ പറഞ്ഞത്. ഈ ഒരു സെക്ടറുകൾ ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും ഇന്ത്യയിൽ ബെറ്റർ ആയിട്ട് നിലനിൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സെക്ടോറിയൽ ഫണ്ട് എന്താണെന്നും അതുപോലെ ഇന്ത്യയിൽ ഇനി ബെറ്റർ ആകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന സെക്ടറുകൾ ഏതെല്ലാമാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ടുകൾ ഏതെല്ലാമാണെന്നും ഈ ഫണ്ടുകളെ എങ്ങനെ കണ്ടെത്തി ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നുകൊണ്ട് ഏത് സെക്ടറിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു സെക്ടറിന്റെ പേര് അടിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു ഫണ്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറേ ഫണ്ടുകൾ വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു ഫണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഈ ഒരു ഫണ്ട് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു റിസ്കി ഫണ്ടാണ്. അതായത് സെക്ടോറിയൽ ഫണ്ട് എന്ന് പറയുന്നത് റിസ്കി ഫണ്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പണവും ഇതിലിടരുത്. പകരം നിങ്ങൾ ഓൾറെഡി ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ ലാർജ് ക്യാപ്പിൽ നിങ്ങൾ തുടരേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ ഇത്തരത്തിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ പകുതി പൈസ, അത് ഓൾറെഡി റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ, അതിൽ നിന്ന് പകുതി പൈസ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു സെക്ടോറിയൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത്ര മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും സ്മോൾ ക്യാപ്പിൽ ഒരു 2000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അടുത്ത മാസം തൊട്ട് നിങ്ങൾ അതിൽ 1000 രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് 1000 രൂപ എടുത്തിട്ട് ഇത്തരത്തിൽ സെക്ടോറിയൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ആ ഒരു ഫണ്ട് മാനേജർക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഇത്തരത്തിൽ ആധികാരികത ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് അതിനായിട്ട് ഇത്തരത്തിൽ HDFCയുടെ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ICICIയുടെയോ അങ്ങനെയുള്ള പേര് കേട്ടിട്ടുള്ള നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ കുറവാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതായത് നിങ്ങൾക്ക് ഇടുന്ന ലാഭത്തിന്റെ കമ്മീഷൻ അവരെടുക്കില്ല, അതിനാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞത്. അത് എത്രത്തോളം കുറവാണോ അത്രത്തോളം നല്ലതാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ടിന്റെ റോളിംഗ് റിട്ടേൺ എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. അതായത് റോളിംഗ് റിട്ടേൺ എന്ന് പറയുന്നത് ഓരോ വർഷവും നിങ്ങൾക്ക് എത്ര റിട്ടേൺ ആണ് ആ ഒരു മ്യൂച്വൽ ഫണ്ട് തരുന്നതെന്നുള്ളതാണ്. അപ്പോൾ റോളിംഗ് റിട്ടേണിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വർഷവും ആ ഒരു മ്യൂച്വൽ ഫണ്ട് എത്ര റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തതെന്ന്. ഇതിനൊപ്പം തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ AUM എന്ന് പറയുന്നത് മിനിമം ഒരു 300 കോടിയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് സെക്ടോറിയൽ ഫണ്ട് എന്താണെന്നും അതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സെക്ടർ
കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയിട്ട് കുറേ സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ട് വേണം ഇത്തരത്തിൽ ഇനി മുന്നിലേക്ക് ഓരോ വർഷവും ബെറ്റർ ആകാൻ സാധ്യതയുള്ള സെക്ടറുകൾ കണ്ടെത്താനായിട്ട്. അതുപോലെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇൻഡെക്സ് ഫണ്ടുകളെ അല്ലെങ്കിൽ ലാർജ് ഫണ്ടിനെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ റിസ്ക് കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിസ്ക് ആയിട്ടുള്ള സ്മോൾ ക്യാപ് ഫണ്ടിൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പകുതി എമൗണ്ട് മാത്രമേ ഇത്തരം സെക്ടോറിയൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് കംപ്ലീറ്റ് റോങ് ആയാൽ പോലും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം വരികയില്ല. നിങ്ങൾക്ക് ആ ഒരു ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അടുത്തുള്ള റിട്ടേൺസ് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല നിങ്ങളുടെ അനാലിസിസ് കറക്റ്റ് ആവുകയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഹയസ്റ്റിലോ തേർഡ് ഹയസ്റ്റിലോ ഉള്ള സെക്ടറുകൾ കണ്ടെത്താനായിട്ട് പറ്റുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് എടുക്കുക. സ്വയം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം റിസർച്ച് നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന സെക്ടറുകളിലും അത്തരം ഫണ്ടുകളിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും